CPI നേതാവ് ശ്രീ കെ അനിൽകുമാറും നമുക്ക് മുന്നിൽ. ശ്രീ കെ അനിൽകുമാർ, ദേവസ്വം മന്ത്രി ന്യൂസ് 18 തന്നെ നൽകിയ അഭിമുഖത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് തള്ളാനോ കൊള്ളാനോ അല്ലെങ്കിൽ അതിലൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാൻ സർക്കാർ കൂട്ടാക്കുന്നില്ല. എന്താണ് അതിലൊരു കൃത്യമായ നിലപാട്? സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? യുവതീ പ്രവേശനവുമായിട്ടുള്ള നിലപാട് സർക്കാരിനെ മാറിയോ? അത് സർക്കാർ തിരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വിഭാഗമല്ല, രണ്ട് വിഭാഗവും ചോദിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തുന്നത്? സർക്കാരിന്റെ ഇരുട്ടിൽ നിർത്തുന്നത്, ഞങ്ങൾ ഇരുട്ടിൽ തന്നെ ജീവിക്കുള്ളൂ എന്ന് കരുതുന്ന കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്. അവര് ഒരു കാലത്തും വെളിച്ചത്ത് വരാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് വെളിച്ചത്ത് വരികയില്ല, ഗതി പിടിക്കത്തുമില്ല. ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് ശബരിമലയിലാണോ അതോ പമ്പയിലാണോ? അപ്പൊ എല്ലാവർക്കും വെളിവുള്ള മുഴുവൻ പേർക്കും അറിയാം, തലയിൽ വെളിച്ചമുള്ള മുഴുവൻ പേർക്കും അറിയാം അത് പമ്പയിലാണ് നടക്കാൻ പോണത്. പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ശബരിമല ക്ഷേത്രത്തിനകത്ത് ആര് കയറണ്ടാൻ ചർച്ച ചെയ്യുന്നത്? ഈ ചർച്ച തന്നെ ഭ്രാന്തല്ലേ? ഈ ചർച്ച തന്നെ അല്പമെങ്കിലും ഒരു തലയ്ക്ക് വെളിവുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന ചർച്ചയാണോ? എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ല ശ്രീ കെ അനിൽകുമാർ, അല്ല അത് രണ്ടാക്കി കാണാൻ കഴിയില്ലല്ലോ. അത് രണ്ടും ഒരു വിഷയം തന്നെയാണ്. അത് അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്, ശബരിമല വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ ഒരിക്കലെടുത്ത ഒരു നിലപാടിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ നിന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ചർച്ച ചെയ്യുന്ന വിദഗ്ധന്മാരോടാണ് ചോദിക്കുന്നത്. എവിടെയാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്? അത് ശബരിമലയിലല്ല. അത് നടക്കുന്നത് എവിടെയാണ്? പമ്പയിലാണ്. പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുന്നു. ശബരിമല ക്ഷേത്രത്തിനകത്തെ പ്രവേശനത്തിന്റെ കേസുമായിട്ട് എന്താ ബന്ധം? വല്ല ബന്ധമുണ്ടോ? അതുകൊണ്ട് തൽക്കാലം 20-ാം തീയതി അയ്യപ്പ സംഗമം നടക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ശബരിമല മകരവിളക്ക് കാലത്ത് ആ വിഷയം ഉയർന്നു വരും. ഇപ്പൊ എല്ലാ മാസവും അവിടെ ആളുകൾ പോകുന്നുണ്ട്. ഇങ്ങനൊരു വിഷയം ഉയർന്നു വന്നിട്ടില്ല. എന്ത് ഉയർന്നു വരാത്തത്? മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധി ഇപ്പം മരവിപ്പിച്ചിരിക്കുകയാണ്. അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത വിഷയമാണ്. നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത വിഷയം ഓർത്ത് ആരെങ്കിലും ഉറക്കം കളയുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ശ്രീ അനിൽകുമാർ, അല്ല അത് സുപ്രീം കോടതി വിഷയം അവിടെ നിൽക്കട്ടെ. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, ഇടത് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വിശ്വാസി സമൂഹത്തിന്റെ വിഷയമാണ്. അതിൽ താങ്കൾ കരുതുന്നത് എന്താണ്? അങ്ങനെ ഒരു കൃത്യമായ നിലപാട് പറയാം. സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായം, ശബരിമലയിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള ഹിന്ദുമത സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണം. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം തേടി തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നത് സ്ത്രീ പ്രവേശനം വേണ്ടതില്ല ഈ പ്രായത്തിൽ എന്നാണ് ഞങ്ങളത് നടപ്പാക്കുന്നത്. അതല്ല, വേണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്, ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങളെപ്പോഴും ഭരണഘടനാപരമായി വ്യക്തിയുടെ അവകാശത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പരമാധികാരത്തോടൊപ്പമാണ്. എന്നാൽ ക്ഷേത്രത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ തീരുമാനം എടുക്കുമ്പോൾ ഈ ആചാരം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഈ ആചാരം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ടത് ആരാണ്? ഹിന്ദുമത പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഞാനിത് ഇന്ന് കയ്യിന്നിട്ട് പറഞ്ഞതല്ല കേട്ടോ. എന്റെ കയ്യിലെ അഫിഡവിറ്റിന്റെ പകർപ്പിരിപ്പുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെ പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം എഴുതി കൊടുത്ത സർക്കാരിനെ കുറിച്ചാണോ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കണത്? അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ. സുപ്രീം കോടതി പുനഃപരിശോധിക്കുന്നു. അവിടെ വിട്ട് നോക്കണം. അവിടെ വിട്ട് നോക്കുമ്പോൾ എന്താ ഞങ്ങളുടെ അഭിപ്രായം? ആചാരം സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടവരാരാണ്? അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി അടക്കമുള്ളവരാണ്. ആ അഭിപ്രായം കേട്ടിട്ട് ഇത് ആചാരപരമായി നിലനിൽക്കുന്നതാണോ എന്ന് കോടതി പരിശോധിക്കണം. 2, കോടതി പറയുന്നത് സർക്കാർ ചെയ്യാൻ ബാധ്യതയുണ്ട്. 3, ഞങ്ങളുടെ അഭിപ്രായം, ഭരണഘടന പറയുന്ന പ്രകാരം ഒരു വ്യക്തിക്ക് എന്ത് അവകാശമുണ്ടോ വ്യക്തിയുടെ അവകാശം അവിടെ നിലനിൽക്കും. അല്ലാണ്ട് ഭരണഘടനയുടെ അവകാശം ഇല്ലെന്ന് പറയാൻ ഞങ്ങളില്ല. മതനിരപേക്ഷ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ഇത്ര വ്യക്തമായി നാട്ടിലെ ആളുകളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീ കെ അനിൽകുമാർ, സത്യവാങ്മൂലം തിരുത്തണമെന്ന്, സത്യവാങ്മൂലം തിരുത്തുന്ന കാര്യം എവിടെയെങ്കിലും സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കല്ല് എറിഞ്ഞുപോയി, എറിഞ്ഞ കല്ല് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഞങ്ങൾ എഴുതി കൊടുത്ത കടലാസ് ഇതാ. ഈ കടലാസിൽ എന്താ തിരുത്തേണ്ടത്? എഴുതി കൊടുത്ത കടലാസ് എന്താ തിരുത്തേണ്ടത്? ഇതിലെന്താ തിരുത്താനുള്ളത്? ഈ 3 കാര്യത്തിൽ തിരുത്താനുണ്ടോ? ഒന്ന്, ആചാരം ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട തന്ത്രി അടക്കമുള്ള അഭിപ്രായം തേടണം. പണ്ഡിതന്മാരുടെ അഭിപ്രായം കേൾക്കണം ഈ വിഷയത്തിലെ. ഇതാണ് ഞങ്ങളുടെ നമ്പർ 1. നമ്പർ 2, അപ്രകാരം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തോടൊപ്പം സർക്കാർ നിൽക്കും. ഞങ്ങളുടെ സ്റ്റാൻഡാണ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തതയുണ്ട്. ഭരണഘടന എന്താണ് പറയുന്നത് അതാണ് നടപ്പാക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ബാധ്യത.
ആ ബാധ്യത ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ആചാരം സംബന്ധിച്ച് തീരുമാനം എടുക്കും മുമ്പ് ഇത് കേൾക്കണം, ഒരു സമിതിയെ വെക്കണം എന്ന് എഴുതി കൊടുത്തതാണ് പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ട് അത് പുനഃപരിശോധന വേളയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അത് ഊന്നൽ കൊടുക്കേണ്ടി വന്നാൽ ഊന്നൽ കൊടുക്കുക തന്നെ ചെയ്യും. ശരി, ശ്രീ കെ അനിൽകുമാർ, അത് കൃത്യം. ശ്രീ ആർ വി ബാബു, ഇതിൽ എന്താണ് തിരുത്തേണ്ടത്? സർക്കാർ വിശ്വാസികൾക്കെതിരായിട്ടല്ല ഇതിലൊരു സമിതിയെ വെക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതിൽ എന്താണ് തിരുത്താനുള്ളത് എന്ന് ചോദിക്കുന്നിടത്ത് അത് വിശ്വാസികൾക്കൊപ്പമാണെന്നാണോ അല്ല എന്നാണോ ഹിന്ദു ഐക്യവേദി അതിനെ എങ്ങനെ കാണുന്നു? അല്ല, ഇത് പരസ്യമായിട്ട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഈ എഴുതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്, അഫിഡാവിറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡാവിറ്റ് ആണ്. സർക്കാർ അങ്ങനെ അവിടെ അഫിഡാവിറ്റ് കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കാപട്യം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അഫിഡാവിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്? അവിടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മറ്റേ ആചാര്യന്മാരും അതേപോലെ തന്ത്രിമാരും ഒക്കെയാണ് ആ കാര്യം നടത്തേണ്ടത്, പറയേണ്ടത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് വാസ്തവന് പരസ്യമായിട്ട് പറഞ്ഞാൽ എന്തേ അത് പറയാൻ ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ ആൾ അത് അടഞ്ഞ അധ്യായമല്ല എന്ന് പറഞ്ഞത്? അപ്പൊ എന്താണെന്ന് ഇത് പറയാൻ ബുദ്ധിമുട്ട്? എന്ന് ആരെയാണ് ഈ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഇരുട്ടിൽ കഴിയുന്നത് ആരാണ്? ആർക്കാണ് ഇരുട്ട് ഇപ്പോഴും ഉള്ളത്? ആ ഇരുട്ടിൽ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴൊക്കെയാണ് മാപ്പ് അപേക്ഷിച്ച് നടന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തങ്ങൾക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞതൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് തെറ്റ് പറയാൻ നടന്നത്? എന്നിട്ട് ഇന്ന് ഇപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആളുകൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും യാതൊരു വസ്തുതയില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വാസവൻ കൃത്യമായിട്ട് വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ആദ്യമെടുത്ത നിലപാടല്ല എന്ന് പറയട്ടെ. ഇത് രണ്ടായിട്ടാണ് കാണേണ്ടത് എന്നുള്ള ഒരു വാദം കൂടിയുണ്ടല്ലോ. അത് മന്ത്രിയുടെ ഭാഗത്തും ഇപ്പോൾ ശ്രീ കെ അനിൽകുമാറും പറയുന്ന ആ രണ്ടിനെ എന്തിനാണ് ഒരുമിച്ച് ചേർക്കുന്നത് എന്നുള്ളൊരു വാദമുണ്ട്. അതിനുള്ള മറുപടി കൂടി. അത് ഈ ന്യായം എന്ന് പറയും. വിശ്വാസികളുടെ സംഘമാണ് വിളിച്ചു കൂട്ടുന്നത്. വിശ്വാസികളുടെ സംഗമത്തിൽ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ യുവതീ പ്രവേശനം. ആ യുവതീ പ്രവേശനത്തിന്റെ വിഷയത്തിൽ വിശ്വാസികൾ അന്ന് നടത്തിയിട്ടുള്ള സമരവും ബഹളങ്ങളൊക്കെ ഉണ്ട്. ഓടും സർക്കാർ നടത്തിയിട്ടുള്ള വേട്ടയാടലുണ്ട്. ആ വേട്ടയാടലിൽ ഈ ഇരകളാക്കപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഇതുമായി വിശ്വാസികളെ സംഘടിപ്പിക്കുന്നു എന്നുള്ള വിഷയത്തിൽ ഈ യുവതീ പ്രവേശനം ബന്ധപ്പെടാതെ എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? അതിനെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റുക? അപ്പൊ ഇതൊക്കെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത് ഇതൊന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ പാടില്ലേ? ഹൈക്കോടതിയുടെ ചോദ്യങ്ങളല്ലേ ഇത്? ഈ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതിയും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന മുഴുവൻ കാപട്യങ്ങളെയും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒറ്റ സെക്കൻഡ് ശ്രീ ആർ വി ബാബു, ശ്രീ കെ അനിൽകുമാർ, ഒരിക്കൽ കൂടി മിനിസ്റ്റർ ശ്രീ വി എൻ വാസവന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം ഒന്നുകൂടി തരിക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന്. എന്തിനാണ് ഈ സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തുന്നത്? അയ്യപ്പ സംഗമവും ഈ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒന്നുമില്ല. അത് അദ്ദേഹം പിന്നെ എന്താണെന്ന് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചില്ല പറയാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിലുള്ള നിലപാട് ഈ സംഘവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതേ ഇല്ല. കാരണം ചർച്ചയുള്ള അജണ്ടയില്ല. ഒന്ന്. രണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷനായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് സബ്ജുഡീസായി മാറുകയും ചെയ്യാൻ പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും വരുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും അഭിപ്രായം ഗവൺമെൻറ് പറയേണ്ടി വന്നാൽ ആ സമയത്ത് കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സമയത്ത് മാത്രം രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ അത്ര ഒരു അജണ്ടയേ ഇല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. അത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള അദ്ദേഹത്തോട് പക്ഷേ അതൊരു പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിലുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ, യുവതീ പ്രവേശനം എന്ന് തന്നെ പറയാം, അതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിൽ അയ്യപ്പ ഭക്തർക്കിടയിൽ. അത് പിന്നീട് അദ്ദേഹം ക്ലിയർ ചെയ്തല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ മറ്റേ ഉദ്ദേശിച്ചല്ല പറഞ്ഞ് കോടതിയുടെ മുമ്പായിരിക്കുന്ന ഒരു വിഷയം എന്ന രൂപത്തിലേക്ക് അതിലിപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് അദ്ദേഹം പിന്നെ തിരുത്തി പറഞ്ഞു. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കും, യുവതീ പ്രവേശനം നടക്കും എന്ന് തന്നെയായിരുന്നു സ്റ്റാൻഡ്.
അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി നവോത്ഥാന സദസ്സ് വരെ നടത്തി വനിതാ മതിൽ പോലും സംഘടിപ്പിച്ചു. അതിൽ നിന്ന് കടുകിട വ്യത്യാസം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ സർക്കാരിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ ആയിട്ടിരിക്കുന്ന ഒരു വിഷയം. ആ കാര്യത്തെ സംബന്ധിച്ചോളം സുപ്രീം കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് ആ സമയത്ത് കൂടിയാലോചിച്ച് പറയേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ആഗോള സംഗമത്തിൽ അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ചില കൂട്ടർക്ക് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് അവിടെ സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തിയ ആളുകളുടേതല്ല, അന്ന് സർക്കാരിനൊപ്പം ചേർന്ന് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന നിലപാടെടുത്ത ചില ആളുകളുണ്ട്. ചില ആളുകളല്ല, ഒട്ടേറെ ആളുകളുണ്ട്. അന്ന് സർക്കാരിനൊപ്പം ഒരുപാട് ആളുകൾ എത്തിയതാണ്, അണിചേർന്നതാണ്. അവർക്കിപ്പോൾ ഒരു വൈഷമ്യമുണ്ട്, സർക്കാർ നിലപാട് മാറ്റിയില്ലേ എന്ന്. ഇല്ല, ഒരു വൈഷമ്യമില്ല. അന്ന് പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ SNDP ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു, NSS പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്, KPMS പൊന്നല ശ്രീകുമാർ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചു. മലയേറിയ സമുദായം അവർ പിന്തുണ പ്രഖ്യാപിച്ചു, ശൈത്യവരെ സഹസംഘത്തിലും പങ്കെടുത്തിരുന്നു. അതുപോലെ രാമഭദ്രൻ കൂട്ടർ, അങ്ങനെ അന്ന് നവോത്ഥാന സമിതിയായി സഹകരിച്ചിരുന്ന സംഘടനകളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ മുഴുവൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആരും ഈ കാര്യത്തിൽ പിന്നോക്കം പോയിട്ടില്ല. അപ്പോൾ അവർക്ക് സർക്കാർ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ. മുൻപ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവില്ല, അങ്ങനൊരു ഉറപ്പ് ഇല്ല. അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോഴത്തെ വിഷയം ശബരിമലയോ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒറ്റ കാഴ്ചപ്പാടാണ് വികസനവും. അത് പറയുന്നിടത്ത് മറ്റു വിഷയങ്ങൾ കൊണ്ടൊന്ന് വിവാദമാക്കി ഇതിൻ്റെ ശോഭ കെടുത്തേണ്ടതില്ല. സർക്കാരിന് തങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയ്യപ്പ ഭക്തരോട് പറയുവാൻ മടിയുണ്ട്. അല്ല, മാറിയിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവല്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിന് അതിൽ ഉറപ്പുത്തരവുണ്ട്. 2024-25 വർഷക്കാലത്തെ തീർത്ഥാടന കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ പരാതിരഹിതമാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുള്ളത് കൊണ്ടാണ്. അതായത് 2018 സ്റ്റാൻഡ് അല്ല അത്. അപ്പം അന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയതാരാ? ഗവൺമെൻറ് അല്ല. വീണ്ടും CP നേതാവ് ശ്രീ KL കുമാർ, മതേതര സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ കഴിയുക എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ മുന്നിലിരിക്കുന്നു. കോടതിയും ചോദിക്കുന്നു എന്താണ് സർക്കാരിൻ്റെ റോളെന്ന്. സർക്കാരിൻ്റെ റോള് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് അത് ആഗോള അയ്യപ്പ സംഗമം മാത്രമുള്ളത് കൊണ്ടല്ല, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഘട്ടത്തിലൂടെ ഈ സംസ്ഥാനം കടന്നുപോയത് കൊണ്ടാണ്. അന്ന് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, അത് നവോത്ഥാന ഒരു ടീമിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് സർക്കാർ മാറി, അത് ശരിയാകില്ല എന്നാണ് ആക്ടിവിസ്റ്റുകളടക്കം ബിന്ദു അമ്നി അടക്കമുള്ളവർ പറയുന്നത്. സർക്കാരിനെ വിമർശിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്തുള്ളവർ പറയുന്നു സർക്കാർ ഇത് വ്യക്തമാക്കണം, വിശ്വാസികൾക്കും ആചാരങ്ങൾക്കും ഒപ്പമാണോ അതോ മറുഭാഗത്താണോ എന്ന് പറയുന്നു. സർക്കാർ ഈ വിഷയം എടുക്കണ്ട എന്ന് പറയുന്നത് ഇതെടുത്താൽ കൈപൊള്ളും എന്നുള്ളത് കൊണ്ടാണ്. അതിൽ പക്ഷേ വ്യക്തതയില്ല. അല്ല, കേരള ഹൈക്കോടതി ഏതെങ്കിലും പ്രത്യേക മതക്കാരുടെ കോടതിയാണ്? അവിടെ ദേവസ്വം ബെഞ്ച് വന്നത് മതനിരപേക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു കോടതി എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതക്കാരുടെ അവകാശ തർക്കങ്ങൾ വന്നാൽ തർക്കം കൈകാര്യം ചെയ്യുന്നത്? ഈ രാജ്യത്ത് കോടതികളാവട്ടെ സർക്കാരാവട്ടെ പ്രവർത്തിക്കുന്ന ഭരണഘടനയുടെ കീഴിലാണ്. അത് പ്രകാരം ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് നിയമപ്രകാരം. ആ നിയമം സർക്കാരും പാലിക്കും, കോടതിയും പാലിക്കും. അപ്പോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഇംഗിതമനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡാണത്. അത് ഏതെങ്കിലും മതത്തിന്റെ ബോർഡാണോ? ഇവിടുത്തെ അമ്പലങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? അതിന്റെ സ്ഥലങ്ങൾ എങ്ങനെയാ കിട്ടിയത്? അതിന്റെ ചരിത്രം എങ്ങനെയാ? ദേവസ്വം ബോർഡിന് എങ്ങനെയാ ഭൂമി കിട്ടിയത്? ആരുടെ സ്ഥലമാണ് അത്? സ്വകാര്യ സ്ഥലമാണോ? ഇവിടെ ചരിത്രപരമായ കാരണങ്ങളാൽ മതനിരപേക്ഷ സർക്കാരിന്റെ തന്നെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് ഇത്തരം സങ്കേതങ്ങൾ മര്യാദയ്ക്ക് നടത്താൻ. അത് അമ്പലം വിഴുങ്ങുകളെ ഏൽപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ശബരിമല നമ്മുടെ അയോധ്യ കാണുന്നില്ലേ ഭൂമി കച്ചവടം? അയോധ്യ കാണുന്നില്ലേ കോർപ്പറേറ്റുകളുടെ കച്ചവടം? നമുക്ക് കണക്കെടുക്കാം. അല്ല ശ്രീ KL കുമാർ, അത്രയും ആത്മാർത്ഥതയോട് താങ്കൾ ചോദിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് സംഭാവനകൾ എന്ത് ചെയ്യും എന്നൊക്കെ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഇതിന് ഉത്തരമില്ലാത്തത് കൊണ്ട് കൂടിയാണോ? ഒരു കോടതിയും ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരു കോടതിയും ചോദിച്ചിട്ടില്ല. വായിക്ക് തോന്നുന്ന കോടതിക്ക് പാട്ടെന്ന് പറഞ്ഞിരിക്കുന്ന നിലയിലല്ല കോടതി പെരുമാറുന്നത്. കോടതിയുടെ ശബരിമല മാസ്റ്റർ പ്ലാനിനും ശബരി റെയിലിനും ഈ പണം ചെലവാക്കുമോ? അയ്യപ്പന്റെ പേരിൽ ലഭിക്കുന്ന കോർപ്പറേറ്റ് സംഭാവനകൾ എന്ത് ചെയ്യും എന്നുള്ള പരാമർശങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഉണ്ടായതല്ലേ? അത് ഒരു കോടതി എഴുതി ചോദിച്ചിട്ടില്ല.
ചുമ്മാ അവിടെ ഇരിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാ ഉടനെ അതൊന്നും അല്ല കോടതിയുടെ ചോദ്യമല്ല. ശ്രീ കെ എൻ കുമാർ, കോടതിയുടെ പരാമർശങ്ങൾ ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് CPM ആഘോഷിക്കുമല്ലോ. നമുക്ക് അത്രയും ലഘൂകരിക്കേണ്ട ആവശ്യമില്ല അതിൽ. കോടതി പറയേണ്ടതൊക്കെ പറഞ്ഞാൽ മതി. അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കോടതി പറയുന്നത് നിങ്ങൾ കണക്കാക്കുന്നില്ല. കോടതി ഈ വിഷയത്തിൽ നടത്തുന്ന വിമർശനം CPM കണക്കാക്കുന്നില്ല, അങ്ങനെയാണോ? വിമർശനം അല്ലല്ലോ അത്. ഞാൻ ചോദിക്കുന്നത് ഏത് കാര്യത്തിനും രേഖയില്ലാത്തത്? നിങ്ങളൊരു സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത് എന്തിനാണ് സ്പോൺസർഷിപ്പിന് രേഖയില്ലേ? നിങ്ങൾ ഒരാൾ സ്പോൺസർ ചെയ്യുക, എന്തിനാണ് സ്പോൺസർ ചെയ്തത്? ശബർ റെയിലിന് സ്പോൺസർ ഏത് കോടതി ചോദിച്ചതാ? ഞാൻ കേട്ടില്ല. ശബർ റെയിലിന് സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്ന് ഏത് കോടതി ചോദിച്ചു? ഒരു കോടതിയും ചോദിച്ചിട്ടില്ല. ചുമ്മാ കോടതിയുടെ തലയെ കെട്ടിവെക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ സംഘപരിവാരം അവരുടെ ഈ ലോകം മുഴുവൻ പിരിക്കണം. അവർക്ക് അവരുടെ ചില സംഘടനയുടെ പേരിൽ അയ്യപ്പന്റെ പേരിൽ ലോകം മുഴുവൻ പിരിക്കണം ഇവർക്ക്. ആ കച്ചവടം നടക്കത്തില്ല ഇനി. ദേവസ്വം ബെഞ്ച് ആ പരാമർശങ്ങൾ ഇന്നലെ നടത്തിയതല്ലേ? അത് എല്ലാ മാധ്യമങ്ങളിലും വന്നത് മാത്രമാണ്. ദേവസ്വം ബെഞ്ച് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അയ്യപ്പന്റെ പേരിലെ കോർപ്പറേറ്റ് സംഭാവനകൾ അത് എങ്ങോട്ട് പോകും, ആരാണ് ക്ഷണിതാക്കൾ, ഈ ക്ഷണത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നൊക്കെ ദേവസ്വം ബെഞ്ച് സർക്കാരിനോട് ഇന്നലെ ചോദിച്ചതല്ലേ? താങ്കൾ അറിയാത്തതാണോ? അത് ഈ കോടതിക്കും ഈ പത്രങ്ങളിലൂടെ വന്ന് തന്നെ കോടതിക്കും വായിച്ച് മനസ്സിലാക്കാൻ അറിവില്ലെന്നാണ് നിങ്ങളുടെ ധാരണ. ഇതിന്റെ പോർട്ടൽ രജിസ്റ്റർ ചെയ്തു. 8-10 കൊല്ലമായിട്ട് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളെ മുൻഗണന കൊടുത്ത് എടുക്കുന്നു. ഇതൊക്കെ അവിടെ ആ പോർട്ടലിനകത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ? അത് വായിക്കാൻ വയ്യാത്തവരാണോ കോടതിയിലുള്ളത്? ചുമ്മാ ഒരു വിഷയം നടക്കുമ്പം ഒരു നല്ല കാര്യം നടക്കുമ്പോൾ കുറെ പേര് കേസ് കാട്ടിയെല്ലും ഉടനെ അതിന്റെ ഭാഗമായിട്ട് കുറെ തർക്കം വരും. ആ തർക്കം എല്ലാം അതിന്റെ വിശദാംശങ്ങൾക്ക് ഒരു അന്വേഷണം കോടതി നടത്തും. ദേവസ്വം മന്ത്രി പറയുന്നത് പോലെയും താങ്കൾ പറയുന്നത് പോലെയും വിശ്വാസികളായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഒരു ആശയക്കുഴപ്പം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്താണ് കരുതുന്നത്? അതിലൊരു മാറ്റം ഉണ്ടായോ? ഇനി യുവതീ പ്രവേശനവുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ബിന്ദു അമ്മിണി അടക്കമുള്ളവർ ഇനിയും ശബരിമലയിൽ പ്രവേശനം നടത്തണം, അതിന് സർക്കാർ സഹായിക്കണമെന്ന് കത്തെഴുതിയതല്ലേ മുഖ്യമന്ത്രിക്ക്? അങ്ങനെ അടക്കമുള്ള കത്തിനോട് എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? അത് അംഗീകരിക്കുമോ? ആ പ്രവേശനം അംഗീകരിക്കുമോ? സഹായിക്കുമോ? അതോ വേണ്ട എന്ന് പറയുമോ? അതിലെങ്കിലും ഒരു ക്ലാരിറ്റി താങ്കൾക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോകണം. പിന്നെ എനിക്കത് ക്ലിയർ ആയില്ല. അതിൽ എന്താണ് സർക്കാർ ഇനി എടുക്കുക, എന്താണ് ആ നിലപാട് എടുക്കുക എന്ന് താങ്കൾ പറയുന്നില്ല. അത് പിന്നീട് ആലോചിക്കാമെന്നാണ് ദേവസ്വം മന്ത്രിയും അടക്കം പറഞ്ഞത്. ഇപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ്. വേറെ പണിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് കേരളത്തിന്റെ വികസനമാണ് താല്പര്യം, ശബരിമലയുടെ പിന്തുണയാണ് താല്പര്യം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഇത് ഈ പറയുന്ന കച്ചവടക്കാരായ കുറെ ആളുകളുണ്ട്, ആത്മീയ കച്ചവടക്കാർ. അവർക്ക് നിരാശപ്പെടേണ്ടി വരും. അത്ര ഉള്ള ഉത്തരം. ശ്രീ RV ബാബു അതിനുള്ള മറുപടി. അല്ല, അവർക്ക് വേറെ പണിയുണ്ട്. മാസപ്പടി നടത്തണം, അതേപോലെ ബ്രൂവറി കേസിലൂടെ പണം ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പക്ഷെ വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ അനുവദിക്കില്ല. വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അയ്യപ്പ സംഗമം. ഇവിടെ ദേവസ്വം ബെഞ്ചും ദേവസ്വം ബോർഡും ഒരേപോലെയാണെന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ദേവസ്വം ബോർഡും ദേവസ്വം ബെഞ്ചും ഒക്കെ ഒരേപോലെയാണ് ഇന്ന്. ദേവസ്വം ബോർഡിന്റെ സ്ഥലം എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലം എങ്ങനെ കിട്ടിയത്? ഇവരാരെങ്കിലും കൊടുത്തതാണോ? AKG സെന്റർ തീർ എഴുതി കൊടുത്തതാണോ? അല്ലെങ്കിൽ കേരള സർക്കാർ തീർ എഴുതി കൊടുത്തതാണോ ദേവസ്വങ്ങൾക്ക്? ചരിത്രമൊന്നും അറിയാതെ വെറുതെ ഇവിടെ വന്നിട്ട് ഓരോന്ന് വിളമ്പുക. എങ്ങനെയാണ് ദേവസ്വത്തിന്റെ സ്ഥലം, ദേവസ്വത്തിന് ഇത്രയും സ്ഥലം ഉണ്ടായതും ഈ ദേവസ്വത്തിന് നഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ പരിഹാരമായിട്ടാണ് ഗവൺമെന്റിനോട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചത്. ഗവൺമെന്റ്, അതായത് നമ്മുടെ കേരള സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ദേവസ്വം ബോർഡിന് കൊടുക്കണമെന്ന് എഴുതി വെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദേവസ്വത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടതിന്റെ നഷ്ടപരിഹാരമായിട്ടാണ്. ഇതൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭക്തജനങ്ങൾക്ക് ഇന്ന് കൃത്യമായിട്ട് അറിയാം. ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. സർക്കാരിന് ഈ കാര്യം ശ്രീ RV ബാബു, അപ്പോഴും ഇതിനകത്ത് ഈ ഇടയിൽ വായിച്ചു പോകേണ്ട ഒരു കാര്യം, പഴയതുപോലെ അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു തീരുമാനമോ പ്രസ്താവനയോ നിലപാടിലേക്കോ ഇടത് സർക്കാർ കടക്കത്തില്ല. അതായത് ഒരു തവണ ആ ഒരു നിലപാടെടുത്തു, അതിൽ കൈ പൊള്ളിയിട്ടുണ്ട് എന്ന് സർക്കാർ എവിടെയൊക്കെയോ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം തന്നെ നിൽക്കാം എന്നുള്ളൊരു സൂചന അടിയിൽ കൂടെ വായിച്ചു പോകാൻ പറ്റില്ലേ? ഇത് വളരെ വ്യക്തമല്ലേ? ഇതിപ്പോ ഇതിപ്പോ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഇനി തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് പഴയ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പോലെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് CPM കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം മനസ്സിലായി. ഹിന്ദു ഭൂരിപക്ഷ വോട്ട്, CPM കയ്യിലുണ്ടായിരുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ട് കുറെ വോട്ട് നഷ്ടപ്പെട്ട്. അപ്പൊ ഇനി ഹിന്ദു ഭൂരിപക്ഷ വോട്ട് തിരിച്ചു കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഇതുപോലുള്ള ചില നാടകങ്ങൾ നടത്തണം.
അപ്പൊ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഹിന്ദു വിശ്വാസികളെ വീണ്ടും തിരികെ പാർട്ടിയുടെ ലാവണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇത് എന്ന് തുടക്കം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും ഈ കാര്യത്തിൽ സർക്കാരിനുമില്ല, ദേവസ്വം ബോർഡിനുമില്ല. സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസികളുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യുവതി പ്രവേശന വിഷയം. രണ്ടാമത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസുകൾ. ഈ രണ്ട് കാര്യത്തിലും സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതെല്ലാം വിശ്വാസികളെ കബളിപ്പിക്കലാണ്. ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും. നന്ദി. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ആർ വി ബാബു കൂടിയാണ് പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി മഞ്ജുഷ് കവാലയ്ക്ക്. മഞ്ജുഷ, നേരത്തെ ചോദിക്കുമ്പോഴും ഇത് സത്യവാങ്മൂലം തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു വാക്ക് ശ്രീ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇപ്പോൾ ശ്രീ കെ എൻ കുമാർ പറയുന്ന പോലെ ഇതൊരു കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭൂതമാണ്. ഇനി വീണ്ടും തൊട്ട് കൈപൊള്ളാൻ CPM-ഓ ഇടത് സർക്കാരോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രത്യക്ഷമായ ഒരു നിലപാട് മാറ്റം അതും ഇടതുപക്ഷം ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു തന്നെ പോകണം എന്നുള്ളൊരു നിലപാടുണ്ട്. അത് പ്രതിഫലിക്കുന്നു ദേവസ്വം മന്ത്രിയുടെ വാക്കുകളിലും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു സംശയമില്ല. ഇക്കാര്യത്തിൽ അടവ് നയം എന്ന് തന്നെ ഇതിന് വ്യക്തമായിട്ട് പറയാം. പക്ഷേ ആ അടവ് നയം ഫലിക്കുന്നുണ്ട് എന്നതിൽ സർക്കാരിനെ ആശ്വസിക്കുകയും ചെയ്യാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യം അറിയിച്ചിട്ടുള്ള ഹൈന്ദവ സംഘടനകൾ ഏതൊക്കെയാണ് എന്നതിലാണ്. ഹിന്ദു സംഘടനകൾ മിക്കവാറും പേർ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. NSS-ഉം SNDP-യും അതുപോലെ തന്നെ KPMS പോലും പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നത് സർക്കാരിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം, അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം തിരുത്തുന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന പ്രസ്താവന വന്നതിന് ശേഷം KPMS-ന്റെ പ്രതികരണം അന്ന് വന്നത് ഇത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് നവോത്ഥാനത്തിന് ഏറ്റവും അധികം പിന്തുണ നൽകുകയും വനിതാ മതിലിന് പിന്തുണ നൽകുകയും ചെയ്ത KPMS ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചതാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് KPMS അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാം എന്നറിയിച്ചത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ആ നിലപാട്, സർക്കാരിൻ്റെ ആ നിലപാടിൽ മാറ്റം വരില്ല എന്നതിൽ ഒരു വ്യക്തത വന്നതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു മാറ്റം KPMS നടത്തിയതും അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും. അതേപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടരുത് എന്ന ഉറച്ച നിലപാടുണ്ടായിരുന്ന NSS അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചത് അങ്ങനെ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നതിനെ തുടർന്നാണ്. അതായത് വിശ്വാസപക്ഷത്താണ് എന്നുള്ള നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടാക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിലെ കേസിൽ അവിടുത്തെ സത്യവാങ്മൂലത്തിൽ സർക്കാർ അങ്ങനെ അതിലൊരു കടുത്ത നിലപാട് അല്ലെങ്കിൽ ഈ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വീണ്ടും വിശ്വാസികൾക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് വരില്ല എന്നുള്ള ബോധ്യം NSS-നുണ്ടായി, അതുതന്നെ SNDP-ക്കുമുണ്ടായി. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും വ്യത്യസ്ത നിലപാടുള്ള ഹിന്ദു സംഘടനകളെ ഒന്നിച്ച് ചേർത്ത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞത് ഈ അടവ് നയം ഫലിച്ചതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതിനാൽ തന്നെ സർക്കാർ ഈ നിലപാടിൽ തന്നെ നിൽക്കുകയുള്ളൂ. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ ഒരു നിലപാട് പറയേണ്ട ആവശ്യമില്ല. കോടതി റിവ്യൂ ഹർജികൾ ഇനി പരിഗണിക്കുന്ന സമയത്ത്, ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന സമയത്ത്, അതിൻ്റെ പ്രയോറിറ്റികൾ നിശ്ചയിക്കുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തിരുത്തലിനെ കുറിച്ചോ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തേണ്ട എന്നതിനെക്കുറിച്ചോ ഒരു കൂടിയാലോചന നടത്താൻ ആ സമയമാണ് ഉചിതം എന്ന ഒരു അടവ് നയത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ദേവസ്വം മന്ത്രി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ഈ ഒരൊറ്റ ഉത്തരത്തിലേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ അയ്യപ്പ സംഗമ സമയത്ത് ഈ യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല എന്ന്, അതായത് UDF-ന്റെയും BJP-യുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ തന്ത്രപരമായ ആ സമീപനം, സർക്കാരിൻ്റെ മേൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇക്കാര്യത്തിലെ നിലപാട് പുറത്തെത്തിക്കുവാനുള്ള ശ്രമം അത് വിജയിക്കുന്നില്ല. ഈ അടവ് നയം സർക്കാരിനെ സഹായിക്കുകയുമാണ്. മഞ്ജുഷ് ഗോപാൽ കൂടിയാണ്.